മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസിന്റെ സർവീസ് മുടങ്ങിയതിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. 9:30 എത്തേണ്ട ബാംഗ്ലൂർ തിരുവനന്തപുരം AC സ്ലീപ്പർ ബസ് സുൽത്താൻ ബത്തേരിയിൽ വെച്ച് കേടാവുകയായിരുന്നു. ഇതിന് പകരം ബസ് ഒരുക്കിയിട്ടില്ലെന്നാണ് പരാതി. മണിക്കൂറുകളായി കോഴിക്കോട് സ്റ്റാൻഡിൽ നിരവധി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. ബസ് മുടങ്ങിയതോടെ കോഴിക്കോട് KSRTCയിൽ നിരവധി യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഒരു മണിക്കൂറിലധികം സമയമായിട്ടും കൃത്യമായൊരു ഇൻഫർമേഷനും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എപ്പം വരുന്നത്? എവിടെ? തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കാരനാണ്. തിരുവനന്തപുരത്തേക്ക് ഇന്ന് 9:25 ബാംഗ്ലൂരിൽ നിന്നുള്ള ഇവിടെ 9:25 ബോർഡിംഗ് ആയിട്ടുള്ള പാസഞ്ചറാണ് ഞാൻ. ഇപ്പോൾ ഇത്രയും സമയമായിട്ട് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് വണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് ആപ്പ് വഴി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഇതുവരെ ഈ സമയമായിട്ടും വണ്ടി വിടുന്ന അതിൽ കൃത്യമായിട്ടുള്ളൊരു ഇവരോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഡ്രൈവർ ഇല്ലാന്നാ എടുക്കാൻ. ഒരു വാഹനം കംപ്ലൈൻറ്റ് വരും, അപകടങ്ങൾ സംഭവിക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ ആരും കുറ്റം പറയുന്നില്ല. അതിനൊരു സൊല്യൂഷൻ ഇവിടെ കൂടിയവർക്ക് കാണണം. ഈ ബസ് മുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു ഉത്തരവാദിത്തമല്ലേ ഇത്രയും ആൾക്കാരെ ഇങ്ങനെ. ഞങ്ങൾ കോട്ടയത്തേക്ക് പോകേണ്ട യാത്രക്കാരാണ്. ഞാനും വൈഫും കുട്ടിയുണ്ട്. 9:25 ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം 7:30 ആകുമ്പം ഇവിടുന്ന് കണ്ടക്ടർ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇവിടെ ബസ്സില്ല, ബസ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഡിപ്പോയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് വേറെ ബസ് അറേഞ്ച് ചെയ്ത് തരും എന്ന് പറഞ്ഞു. ഞാനൊരു 3 മണിക്കൂർ മേലെ ഇവിടെ നിൽക്കാൻ തുടങ്ങി. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. ഇന്നലെ ഇതേപോലെ തന്നെ സംഭവമാണ്. ഇന്നലെ അവസാനത്തെ നിമിഷം ബസ് ക്യാൻസലായെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിന്ന് നമ്മളെല്ലാം സംഘടിച്ച് അന്ന് അവിടുന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടാണ് നമുക്ക് അവിടുന്ന് ബസ് കിട്ടിയത്. ഇന്നും ഇതേപോലെ ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല അതേപോലെ ഇന്നും അനുഭവിക്കേണ്ടി വരുന്നത്. ഇതുവരെ ബാംഗ്ലൂർ ബസ്സിന് ബുക്ക് ചെയ്ത ആൾക്കാരാണ്. ബാംഗ്ലൂർ ടു തിരുവനന്തപുരം. അത് ബത്തേരി വെച്ച് കേടായിപ്പോയി ബസ്. അല്ലാതെ ഇവിടുത്തെ ഡ്രൈവർമാരെ കുഴപ്പമില്ല. ഇത് തിരുവനന്തപുരം ഡിപ്പോൻ്റെ ബസ്സാണ്. അപ്പം ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടതാണ് അവരെ. ആ ബസ് അവിടെ കേടായപ്പോൾ ഇവർ വേറെ ബസ്സിൽ ഇങ്ങോട്ടേക്ക് വിട്ടു. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇവർക്ക് അതേ ബസ്സും വേണോ അതേ സീറ്റും വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ പ്രശ്നമായത്. നമുക്ക് പെട്ടെന്നൊരു ബസ് ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതായാലും എന്താണ് കൃത്യമായൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ കൃത്യമായൊരു പരിഹാരം, ഒരു മറുപടി ഇവർക്ക് നൽകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുണ്ടായിട്ടില്ല എന്നതാണ്. 20ഓളം യാത്രക്കാർ 22ഓളം യാത്രക്കാരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. വലിയ പ്രയാസത്തിലാണ് ആളുകൾ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ്. ഇതിൽ യാത്രക്കാരായ ആളുകളിൽ ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട്, നാളെ ജോലിക്ക് എത്തേണ്ട ആളുകളുണ്ട്, ഹോസ്പിറ്റൽ ബുക്കിംഗ് ഉള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഈ പ്രയാസങ്ങളെല്ലാം